ഈ കടന്നുകയറ്റം ഇല്ലായിരുന്നത് ഈ സിനിമാ സംഘടനയിൽ മാത്രമായിരുന്നു. ഇപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി ചെയ്ത് ഈ ഒരു അമ്മ എന്ന ഈ ഒരു സിനിമാ സംഘടനയെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് തിരിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ കുടുംബ പ്രശ്നം, വർഗീയത, തമ്മിത്തല്ല്, അങ്ങനെ വലിയ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയുടെ ഈ ഒരു കൂട്ടായ്മ തന്നെ സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. കാരണം അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഈ സംഘടനയ്ക്കകത്ത് കടന്നു പോകുന്ന പ്രശ്നങ്ങളും എന്താണ് അവരിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടും? അതായത് മോഹൻലാൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, അതായത് നമ്മുടെ സെക്രട്ടറിമാരായ ജഗദീഷ്, സിദ്ദീഖ്, അതുപോലെ കലാഭവൻ ഷാജോൺ, ടോവിനോ, അങ്ങനെ ഇടവേള അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് സുരാജ് വെഞ്ഞാറമൂട് ഇവരൊക്കെ ഉണ്ടായിരുന്ന ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ എന്ന സംഘടനയിൽ ഒരു നല്ലൊരു രീതിയിലേക്കാണ് അത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ അതിനകത്ത് തന്നെ ഒരു മൂന്നാം ഇതിലേക്ക് പോവാതെ അതിനകത്ത് തന്നെ നിന്ന് ആ കാര്യങ്ങളെ പരിഹരിക്കുകയും അതിനുള്ള പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സംഘടനയായിരുന്നു അമ്മ. പുതിയ പുതിയ ആൾക്കാർ അതിൻ്റെ ലീഡർഷിപ്പിൽ വന്ന മുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അതായത് വർഗീയത, കുടുംബ പ്രശ്നം, പിന്നെ അടി, വഴക്ക്, ഇതെല്ലാം പുറത്തേക്ക് പോവുക. എന്താണ് മറ്റേ സ്ത്രീകൾ വീട്ടിനകത്ത് ചെയ്യുന്ന അതേ ഒരു പരിപാടി? അതെ, വീട്ടിനകത്ത് പറയുന്നത് നമ്മൾ ഈ ചില സ്ത്രീകൾ പറയുമല്ലോ, അവിടെ പോയി ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, നോണ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ട്. അതൊരു വലിയൊരു സംഘടനയല്ലേ നമ്മുടെ നമ്മുടെ മലയാള നടന്മാരും അവരും എല്ലാം ഒരുപാട് ആൾക്കാർ ഭരിച്ചു കൊണ്ടിരുന്ന ഒരു നല്ലൊരു സംഘടന. ആ സംഘടനയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് വർഗീയതയും ജാതിയും അതുപോലെ തന്നെ പിന്നെ കുടുംബ പ്രശ്നങ്ങളും കൊണ്ടുവന്ന് ആകെ നശിപ്പിച്ചു. അപ്പം എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ അതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ട് പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരിക, നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് ഈ സംഘടനയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.